ഷെങ്കൻ വിസ എടുത്തിട്ട് ജർമ്മനിയിലേക്ക് പോവാണ്. പക്ഷെ ഒരു നൈസ് പണി കിട്ടി. അപ്പോൾ നല്ലൊരു ഇൻട്രോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണീച്ചപ്പോൾ താമസിച്ചു പോയി. ഓടിപ്പടിച്ചാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അവസാനത്തെ ഇതിൽ ഞാൻ വന്ന് കയറിയിട്ടുണ്ട്. ബാക്കി കാണുന്ന ഫ്ലൈറ്റ് അലാറം അടിച്ചിട്ട് ഞാനെന്തോ എണീച്ചിട്ട് കിടന്നു ഉറക്കപ്പിച്ചിൽ. പക്ഷെ എന്നെ വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പണി കിട്ടി. ഫീലില്ല, ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിൽ കാണുന്നതാണ് സൺറൈസാണ് രാവിലെ 3. ഇവിടുന്ന് ഫ്ലൈറ്റിന് പോകാൻ ഏകദേശം 15 പൗണ്ടേ ഉള്ളൂ. പക്ഷേ വീടിൻ്റെ അവിടെ നിന്ന് ടാക്സി എടുത്ത് എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടി എനിക്ക് 65 പൗണ്ടായി. ഫ്ലൈറ്റിൽ വന്ന് കയറിയിട്ടുണ്ട് ഇതുണ്ടോ. അപ്പം എന്താണ് അവസ്ഥ, വിൻഡോ സീറ്റൊക്കെ കിട്ടി. പക്ഷേ ലേറ്റായി പോയി. സീനൊന്നുമില്ല. അപ്പം ഇതെൻ്റെ ഒരു ഡ്രീം ട്രിപ്പാണ്. അപ്പം യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ട്രിപ്പാണ്. അപ്പം ഫസ്റ്റ് ഹാംബർഗിലാണ് പോകുന്നത്. എൻ്റെ ഹാംബർഗിൽ നിന്ന് അവിടെ നിന്ന് ഒരു ഫ്രണ്ടുണ്ട്, മനു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സെൻട്രൽ യൂറോപ്പ് വന്ന് കറങ്ങിയിട്ട് ഒരു 2 വീക്ക് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാനുള്ളൊരു പ്ലാനാണ്. ജർമ്മനിയിൽ ഹാംബർഗിലേക്ക് തിരിച്ചു വരുന്നത് പോളണ്ടിലേക്ക്. അപ്പോൾ അതാണ് പ്ലാൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കയറിയപ്പോൾ വിസ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാൻ ഷെങ്കൻ വിസ കാരണം വിസ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് എനിക്ക് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിലേക്ക് ഇരുന്ന ബാഗിൽ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തില്ല. ജസ്റ്റ് ബാഗ് അങ്ങോട്ട് വെച്ച് വിട്ടു, പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടു. ഭാഗ്യത്തിന് സെക്യൂരിറ്റി ചെക്ക് കവറായി പോയി. അല്ലെങ്കിൽ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയോ ഫ്ലൈറ്റിൽ വന്ന് കയറി. അപ്പം ഫോണിലാണ് ചാർജ് ഇല്ല. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കണ്ടിന്യൂ. അപ്പോൾ എൻ്റെ ഈ യാത്ര ബ്ലോഗ് ഒരു റെക്കോർഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ലെറ്റ്സ് സീ. ഫൈനലി ലാൻഡഡ് ടു ഹാംബർഗ്. കയറി പോകുന്ന ഇനി ഒരു ഇമിഗ്രേഷൻ്റെ സീനുണ്ട്. അത് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണാം.